സർ, ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ പക്ഷത്തൊന്നും ബ്രിട്ടനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പിന്നീട് കീർ സ്റ്റാമർ നിലപാട് മാറ്റുന്നു, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ബ്രിട്ടൻ്റെ തന്നെ ഒരു യുദ്ധക്കപ്പൽ ഈ ഗൾഫ് മേഖലയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു എന്നാണ് കേൾക്കുന്നത്. ശരിക്കും യുദ്ധത്തിന് ഇറങ്ങുവാണോ ബ്രിട്ടൻ? യുദ്ധക്കപ്പലുകൾ മാത്രമല്ല, ഒരു വിമാനവാഹിനി തന്നെ വരാൻ പോവുകയാണ്. കാരണം വിമാനവാഹിനി സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ചൊവ്വാഴ്ച ബ്രിട്ടൻ്റെ യുദ്ധക്കപ്പൽ പുറപ്പെട്ടു. അത് പുറപ്പെടാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈപ്രസിൽ ബ്രിട്ടൻ്റെ താവളത്തിന് നേരെ ഇറാൻ്റെ ആക്രമണം 2 തവണ നടന്നു സൈപ്രസിൽ. അപ്പോൾ ബ്രിട്ടനെ കൂടി ഇതിലേക്ക് ഇറാൻ വലിച്ചിടുകയാണല്ലോ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബ്രിട്ടൻ ഇറങ്ങുന്നത്. അപ്പോൾ ബ്രിട്ടൻ്റെ ഈ കപ്പൽ HMS ഡ്രാഗൺ ആണ് ചൊവ്വാഴ്ച പുറപ്പെട്ടത്. അതായത് സൈപ്രസിലെ അക്രോത്തിരി റോയൽ എയർഫോഴ്സ് താവളമാണ് അക്രോത്തിരി സൈപ്രസിൽ 2 താവളമുണ്ട്. അവിടെ വൈൽഡ് കാറ്റ് ഹെലികോപ്റ്ററുകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ബ്രിട്ടൻ്റെ ഈ HMS ഡ്രാഗൺ എന്ന് പറഞ്ഞ യുദ്ധക്കപ്പൽ സൈപ്രസിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച. അപ്പോൾ ഈ ഡ്രാഗൺ എന്ന് പറഞ്ഞ കപ്പൽ ടൈപ്പ് 45 ഈ ഡയറിംഗ് ക്ലാസ്, ഓരോ ക്ലാസ് എന്ന് പറയുമല്ലോ, ഡയറിംഗ് ക്ലാസ്സിൽ പെടുന്ന യുദ്ധക്കപ്പലാണ്. എയർ ഡിഫൻസ് ഡിസ്ട്രോയർ ആണ് ആ യുദ്ധക്കപ്പൽ. അത് പുറപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനിലെ പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞ തുറമുഖത്ത് നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2 യുദ്ധക്കപ്പലുകൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞ വിമാനവാഹിനി ആണ്. പ്രിൻസ് ഓഫ് വിമാനവാഹിനിയും മറ്റേ ഈ യുദ്ധരംഗത്തിലേക്ക് വരാം. കാരണം 2 വിമാനവാഹിനി അമേരിക്കയുടേത് ഉണ്ട്, 3ാമത്തത് വരുന്നു. W. ബുഷ് എന്ന് പറഞ്ഞ വിമാനവാഹിനിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ വേറൊന്ന് ഈ RFA ലൈമെ ബേ എന്ന് പറഞ്ഞ കപ്പലാണ് വേറൊരു യുദ്ധക്കപ്പൽ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സൈപ്രസിൽ അക്രോത്തിരി വിമാനത്താവളം ലക്ഷ്യമാക്കി, ബ്രിട്ടൻ്റെ വിമാനത്താവളം ലക്ഷ്യമാക്കി 2 തവണ ആക്രമണം നടന്നു. ഷഹീദ് ഡ്രോണുകൾ ആണ് ആക്രമണം നടത്തിയത്. മാർച്ച് 1-ാം തീയതി ആ വ്യോമത്താവളത്തിലെ ഹാങ്ങറിൽ വിമാനങ്ങൾ ഇടുമല്ലോ, ഹാങ്ങറിലായിരുന്നു ആക്രമണം. മാർച്ച് 4-ാം തീയതിയായിരുന്നു 2ാമത്തെ ആക്രമണം. അപ്പോൾ ഇപ്പോഴും കെയർ സ്റ്റാമർ പറയുന്നത്, ഞങ്ങൾ ഈ യുദ്ധക്കപ്പലുകൾ അയക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയോ ആക്രമണത്തിന് വേണ്ടിയോ അല്ല, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് അയക്കുന്നത്. പ്രതിരോധവും യുദ്ധത്തിൻ്റെ ഭാഗമല്ലേ? അതെ. ഒരു മറ്റേ കളരി അഭ്യാസിയുടെ കയ്യിൽ മറ്റേ പരിചയിക്കുന്നതും മറ്റേ വാളിനെ തടുക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് വിമാനങ്ങളുണ്ട്, F-35 വിമാനങ്ങളുണ്ട്, ടൈഫൂണുകൾ ഉണ്ട്. ഇറാൻ മിസൈലുകളെ UAE ഈ ജോർദാനിലും ബഹ്റൈനിലും മറ്റേ UAE-യിലും ഒക്കെ മറ്റേ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നല്ലോ മിസൈലുകളെ. അപ്പോൾ ബ്രിട്ടൻ്റെ മറ്റേ പ്രതിരോധ മന്ത്രി ജോൺ ഹീലി പറഞ്ഞു, ഇറാഖിലും ഡ്രോൺ വേദ യൂണിറ്റുകൾ ഞങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയി വിന്യസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാമർ പറഞ്ഞത് ഒരാഴ്ച മുമ്പ് സ്റ്റാമർ പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഫ്രാൻസ് ഇതിന് പുറമെ 1 ഡസൻ യുദ്ധക്കപ്പൽ ഗൾഫിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസും യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. ഇത് പഴയ ലോകയുദ്ധ കാലത്തേക്ക് പോലെ ഒരു സഖ്യസേന രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും വിമാനങ്ങളുണ്ട്, ഈ 1 ഡസൻ യുദ്ധക്കപ്പലുകളും അതുമായി ബന്ധപ്പെട്ട വിമാനങ്ങളും. പിന്നെ ബ്രിട്ടൻ്റെ RAF ഫെയർഫോർ എന്ന് പറഞ്ഞ വ്യോമത്താവളത്തിൽ അമേരിക്കയുടെ വിമാനങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം B-2 ബോംബറുകൾ വന്നതായിട്ടും റിപ്പോർട്ടുണ്ട്.
അതായത് ബ്രിട്ടനിലെ വ്യോമതാവളങ്ങളിൽ, പ്രത്യേകിച്ച് ഫെയർഫോർഡില് ബുധനാഴ്ച ഒരു തായ് കപ്പൽ, അതായത് മയൂരി നാരി, ഇന്ത്യയിലേക്ക് ചരക്കുമായിട്ട് അബുദാബിയിലെ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടതാണ്. അത് അമരത്തിൻ്റെ അടുത്ത് അതിന് വെടികൊണ്ടിട്ട് അത് കത്തി. ഈ തായ്ലൻഡ് ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് വന്ന അല്ലേ? തായ്ലൻഡ് കപ്പലാണത്. മയൂരി നാരി എന്നാണ് പേര്. അത് ബുധനാഴ്ച അപകടത്തിൽപ്പെട്ടു. അതിനുശേഷമാണ് ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് ഹോർമുസിൽ കൂടി പോകാം. അതായത് അബ്ബാസ് അരക്ചിയുമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സംസാരിച്ചു. അത് ഈ മയൂരി നാരിക്ക് ഈ അപകടം പറ്റിയ ശേഷം ആണ്. അപ്പോൾ IRGC നമ്മളോട് ഒരു നിലപാട് ഒന്ന് അയഞ്ഞു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? അതെ, അതെന്താന്ന് വെച്ചാൽ അങ്ങനെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അവരുടെ കപ്പലുകൾ നമ്മളിവിടെ രക്ഷപ്പെടുത്തി കൊച്ചിയിൽ ഒരെണ്ണം കിടപ്പുണ്ടല്ലോ. അപ്പോൾ 20 പേരെ മയൂരി നാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തി, 3 പേരെ കാണാനില്ല. അപ്പോൾ ആ 3 പേര് അപകടത്തിൽപ്പെട്ടിരിക്കും. അപ്പോൾ ഇത് പ്രിസിഷൻ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അബുദാബിയിലെ ഖലീഫ തുറമുഖത്ത് നിന്ന് ആണ് അത് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട് ഹോർമുസിൽ വച്ചിട്ട് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഹള്ളിൽ നിന്ന് പുക, അത് ചിത്രമൊക്കെ കാണാം, ധാരാളം തീയും പുകയും, കാര്യമായ അപകടത്തിൽപ്പെട്ടു. അങ്ങനെയാണല്ലോ ഈ 3 ജീവനക്കാരെ കാണാതായിരിക്കുന്നത്. അപ്പോൾ ഒമാൻ നേവി ആണ് ഈ 20 പേരെ അതിൽ നിന്ന് രക്ഷിച്ചത് എന്ന് വാർത്തകളിലുണ്ട്. ഗൾഫിൽ ഇതുവരെ ആകെ ഈ 16 കപ്പലുകൾ ആക്രമണത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം കപ്പലുകൾ ആക്രമണത്തിൽപ്പെടുന്നു എന്നുള്ളതും ബ്രിട്ടനും ഫ്രാൻസും ഇപ്പോൾ യുദ്ധക്കപ്പലുകൾ അയക്കുന്നതിന് കാരണമാകാം എന്ന് തോന്നുന്നു. 2 ഗൾഫിലെ 3 ചരക്ക് കപ്പലുകളെ ആക്രമിച്ചതായിട്ട് ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് അയക്കുന്നതിൻ്റെ കൂടെ. അത് ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട ഈ മയൂരി നാരി 178 മീറ്റർ 30,000 ടൺ കേവ് ഭാരം, അതിൻ്റെ നീളം 178 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വിദേശ ഓയിൽ ടാങ്കറുകൾ ഇതേ സമയം ഇറാഖിലെ അൽഫോ തുറമുഖത്ത് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറാഖിലെ അൽഫോ തുറമുഖവും ഇറാൻ ആക്രമിച്ചു. ഇറാഖിനെയും ആക്രമിച്ചിരിക്കുന്നു ഇറാൻ, അതാണ് അതിൻ്റെ അർത്ഥം. ഒമാനിലെ സലാലയിൽ ഫ്യുവൽ ടാങ്കറുകളെ ആക്രമിച്ചു ഇറാൻ. ഗൾഫിൽ വേറെയും 3 കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. ഇതേ സമയം ഈ സൗദിയിലെ ഷൈബ എണ്ണപ്പാടം ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ. പിന്നെ ഇൻ്റർനാഷണൽ എനർജി ഏജൻസി, ഊർജ ഏജൻസി കരുതൽ ശേഖരത്തിൽ നിന്ന് എണ്ണ റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇറാൻ ഊർജ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആക്രമണത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എണ്ണപ്പാടങ്ങൾ, എണ്ണക്കപ്പലുകൾ, ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ഇറാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആക്രമണത്തിൽ. അപ്പോൾ ഇതിൽ സൗത്ത് കൊറിയ 22 മില്യൺ ബാരൽ റിലീസ് ചെയ്യുന്നുണ്ട്. അമേരിക്കയും ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക 172 മില്യൺ ബാരൽ എണ്ണ റിലീസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് കരുതൽ ശേഖരത്തിൽ നിന്ന്. അപ്പോൾ രാജ്യാന്തര എനർജി ഏജൻസി എണ്ണ ഒഴുക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. വലിയ സംഭവവികാസങ്ങളാണ് ഗൾഫിൽ പൊതുവേ ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.